ചില കർക്കിടക ചിന്തകൾ. ആഷാഢം പോയി ആടി വരവായി ആവണിയെ എതിരേൽക്കാൻ. ആടിമാസം അല്ലെങ്കിൽ കർക്കിടക മാസത്തെക്കുറിച്ച് ചില ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും കണ്ട് വളരാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാനും സഹോദരങ്ങളും. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഉത്സാഹമുണ്ടായിരുന്നു. എന്ത് വിശേഷം വന്നാലും അതിനോടൊത്ത് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അമ്മയ്ക്കറിയാമായിരുന്നു. ഓടി നടന്ന് എല്ലാം വളരെ വൃത്തിയായും ഭംഗിയായും ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. വർഷങ്ങൾക്കിപ്പുറം അതൊക്കെ ഓർത്തപ്പോൾ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അലമാല അടിക്കുന്ന പ്രക്ഷുബ്ധമായ ഒരു കടലായി തീർന്നു എൻ്റെ മനസ്സ്. അമ്മയുടെ പ്രസന്നമായ സുന്ദരമായ മുഖം എൻ്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു. കൈവിട്ടുപോയിട്ട് വർഷങ്ങളേറെയായി എങ്കിലും ഇന്നും തെളിഞ്ഞു കത്തുന്ന ദീപം പോലുള്ള ആ നിറക്കാഴ്ച മനസ്സിൽ തെളിയുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്നതാകണം ആചാരാനുഷ്ഠാനങ്ങൾ. ആദ്യം കർക്കിടക സംക്രാന്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ചേട്ടാഭഗവതിയെ പുറത്താക്കലാണ് അന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. സംക്രമ തലേ ദിവസം തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കണം. എല്ലാ അശുദ്ധിയും നീക്കി നല്ല ഭംഗിയായി വെക്കണം. പൊട്ടിയെ ആട്ടുക എന്നൊരു ചടങ്ങുണ്ട്. ഒരു കീറമുറത്തിൽ അടിച്ചുവാരിയ മാലിന്യങ്ങൾക്കൊപ്പം കറുത്ത ഒരു ഉരുള, മഞ്ഞ ഉരുള, കുറ്റിച്ചൂല്, ചേമ്പിൻ ചെടി വേരോടെ പ്ലാവിലയിൽ തിരിയിട്ട് കത്തിച്ചത് എല്ലാം കൂടി വീട്ടിലെ പണിക്കാരിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നു. ബാക്കി എല്ലാവരും ഈ സമയത്ത് വാതിലടച്ച് അകത്ത് ഇരിക്കണം. ത്രിസന്ധ്യ സമയത്ത് വീടിന് ചുറ്റും ഈ സാധനങ്ങളുമായി പ്രദക്ഷിണം വെച്ച് അവർ നേരെ പോയി കുളിച്ചു വരുന്നു. കുളിച്ച് ശുദ്ധമായി വന്നാൽ അവർക്ക് നാളികേരം, അരി, എണ്ണ ഇവയെല്ലാം നൽകണം. തിന്മയുടെ പ്രതീകമായ ചേട്ടയെ പുറത്താക്കി ഐശ്വര്യലക്ഷ്മിയെ കുടിയിരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിന്മയുടെ അന്ധകാരമകന്ന് നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഒരു എത്തിനോട്ടം. പിറ്റേ ദിവസം പുലർന്നാൽ കർക്കിടകപ്പിറവിയായി. അന്നു മുതൽ മച്ചിൽ ശിവോതിയെ കുടിയിരുത്തുന്നു. അഷ്ടമംഗല്യം, ദശപുഷ്പങ്ങൾ, ഉരുളിയിൽ ചന്ദനം, കുങ്കുമം, കൺമഷിക്കൂട് ഇവയൊക്കെ ഒരുക്കി വയ്ക്കുന്നു. തൂക്കുവിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ചാൽ പിന്നെ 1 മാസം അത് കെടാവിളക്കായി കത്തിക്കണം എന്നാണ് പ്രമാണം. വിളക്കിൻ അടിയിൽ പുതിയ കലം വെച്ച് മഷി 1 വർഷത്തേക്കുള്ള കൺമഷി ഉണ്ടാക്കുന്നത് അപ്പോഴാണ്. ദശപുഷ്പം കുട്ടികൾ സന്ധ്യയ്ക്ക് മുൻപ് പൊട്ടിച്ചു കൊണ്ടുവരും. എല്ലാം അമ്മ ഒരുക്കി വയ്ക്കും. കർക്കിടകത്തിലെ മുപ്പട്ടുവെള്ളി വളരെ പ്രധാനം ഉള്ളതാണ്. പത്തിലക്കറി ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഒരു ചടങ്ങാണ് 3 ഇല ചൂടൽ. വെള്ളില എന്നു പേരുള്ള ഈ ചെടിയുടെ ഇളം പച്ച നിറത്തിലുള്ള തളിര്, കുറച്ച് മൂക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത ഇല, ചുവന്ന പൂവ്, ഇത് ചൂടണം. കർക്കിടകം തുടങ്ങിയാൽ വരച്ച് കുറിയിട്ട് മുക്കുറ്റിപ്പൊട്ട് തൊട്ട് തൊടണമെന്നതാണ് ആചാരം. തരുണീമണികളും കൊച്ചുകുട്ടികളും ചന്ദനം തൊട്ട് മുക്കുറ്റിച്ചാന്ത് തൊട്ട് മുടിയിൽ ദശപുഷ്പം ചൂടി തുള്ളിച്ചാടി നടക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. കനകപ്പൊടി എന്നറിയപ്പെടുന്ന നല്ല മിനുസമുള്ള തവിട് കൊണ്ട് അട ഉണ്ടാക്കി കഴിക്കണം. പിതൃക്കളുടെ അയനമായ ദക്ഷിണായനം തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണ്. പൂർവികരെയും മൺമറഞ്ഞ പിതൃക്കളെയും ഓർമ്മിക്കാനായി കർക്കിടക വാവും വരുന്നു. ഈ മാസത്തിൽ വാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നിറ, പുത്തിരി ഇവ നടത്തുന്നു. പൂജിച്ചു കൊണ്ടുവന്ന നെൽക്കതിർ വീടിന് മുൻപിലും മച്ചിലും
ചാണകം ചേർത്ത് ആലിലയിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. ആദ്യത്തെ കതിരിൽ നിന്നെടുത്ത അരിയിട്ട പായസം പുത്തരിയായി കാണുന്നു. ഉണ്ടാക്കുന്ന പാത്രത്തിന്മേൽ ഒഴിഞ്ഞ വെള്ളി ചുറ്റി വരിയുന്നു. രാമായണ മാസമെന്നും കർക്കിടകത്തെ പറയാറുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജ്യോതിശാസ്ത്രപ്രകാരം കർക്കിടക രാശിയുടെ ചിഹ്നം ഞണ്ടാണ്. ഞണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മ ഞണ്ട് മരിക്കുന്നു. മാതൃഹത്യ പോലുള്ള മഹാപാപത്തിനും കൂടി പരിഹാരമാണ് രാമായണ വായന എന്ന് പറയുന്നു. നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ മഹാപാപങ്ങൾക്കും പരിഹാരമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന. നാലമ്പല ദർശനം കർക്കിടകത്തിലാണല്ലോ. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം നയിക്കുന്നവർക്ക് ഒരു വിശ്രമം കൂടിയാണ് കർക്കിടകം. ശരീരത്തിൽ വന്നുകൂടുന്ന കേടുപാടുകൾ തീർക്കുന്നതും ഇപ്പോഴാണ്. ഔഷധക്കഞ്ഞി കുടിച്ചും ചില മരുന്നുകൾ കഴിച്ചും ദേഹം പുഷ്ടിപ്പെടുത്തുന്നു. തലമുറകളായി കൈമാറി വരുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനുള്ള ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം എന്തെങ്കിലും നന്മ ആത്യന്തിക ലക്ഷ്യം വെച്ചുള്ളതാകും. പഞ്ഞമാസം എന്നും കള്ളക്കർക്കിടകവും എന്നും ഒക്കെ ദുഷ്പേരുള്ള കർക്കിടകം ഒരു പുണ്യമാസമായി കരുതാനാണ് എനിക്കിഷ്ടം. ആടി വന്നാലല്ലേ ആവണി ഉണ്ടാകൂ. തിന്മയുടെ തിമിരാന്ധകാരം കഴിഞ്ഞുള്ള നന്മയുടെ തൂവെളിച്ചത്തിലേക്ക് എല്ലാവരും കണ്ണു തുറക്കൂ.